മഴ തോരും മുമ്പയുടെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ മനസ്സിലാക്കണം നാളെ രാവിലെ അലീന പോകും. അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നു. എന്നിട്ട് മുറിയിൽ നിന്ന് തോക്കൊക്കെ എടുത്ത് സ്വയം വെടിവെക്കാനൊക്കെ നോക്കുന്നുണ്ട്. പറയുന്നുണ്ട്, ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്, മരിക്കണോ അതോ കൊല്ലണോ. വൈജയന്തിയെ കൊല്ലണം അല്ലെങ്കിൽ താൻ മരിക്കണം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടത്തും എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നു. അതിനുശേഷം പിന്നെ ബാലചന്ദ്രൻ പതുക്കനെ ഹാളിലേക്ക് വരുന്നുണ്ട്. ഹാളിലേക്ക് വന്ന് വൈജയന്തിൻ്റെ മുറിയിലേക്ക് നോക്കുമ്പോൾ അടച്ചിട്ടിട്ടുണ്ട്. അലീന കിടക്കുന്ന മുറിയിലേക്ക് നോക്കിയപ്പോഴും റൂമൊക്കെ അടച്ചിട്ടേക്കണ്. എല്ലാ ലൈറ്റും ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട്. ആരും ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലാവണം. അങ്ങനെ ബാലചന്ദ്രൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. എന്തായാലും അതിന് വേണ്ടിയിട്ട് ഞാൻ ആരെയും വിളിക്കണ്ടല്ലോ. അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് ബാലചന്ദ്രൻ വീണ്ടും ഹാളിൽ തന്നെ 2 റൂമിലേക്കും മാറി മാറിയൊക്കെ നോക്കുന്നുണ്ട്. എന്താണ് ആളുടെ മനസ്സിലിരിപ്പെന്ന് നമുക്ക് മനസ്സിലാവണില്ല. എന്തായാലും എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാണ് ആ കോണിപ്പടിയിൽ അവിടെ വന്ന് നിന്നിങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. ലീന തടയാൻ എന്താ ഒരു മാർഗമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. ശേഷം ബാലചന്ദ്രൻ മുട്ടനൊരു പണിയാണ് വൈജയന്തിക്കും മക്കൾക്കും അലീനയ്ക്കും അതുപോലെ തന്നെ രാജീവനും കൊടുക്കുന്നത്. എന്തായാലും ആരും ഒന്നും അറിയില്ല. ബാലചന്ദ്രൻ ചെയ്യുന്ന ഒരു സൂത്രപ്പണി, വീടിൻ്റെ 2 ഡോറും, അതായത് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പൂട്ടി താക്കോല് കയ്യിലെടുത്ത് അപ്പോൾ ആർക്കും പുറത്തുനിന്ന് അകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും പോകാൻ പറ്റാത്ത അവസ്ഥ ബാലചന്ദ്രനാക്കിയെടുക്കും. അപ്പോൾ അലീന പോകാണ്ടിരിക്കാനും രാജീവൻ അകത്ത് കയറാണ്ടിരിക്കാനുള്ള പണിയായിരുന്നത്. എന്തായാലും മറ്റുള്ളവർ ആരും ഒന്നും അറിഞ്ഞില്ല. ബാലചന്ദ്രൻ അതിനുശേഷം ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് പോയി രാവിലെ ഡോറ് തുറന്ന് പത്രം എടുക്കാനൊക്കെ നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് വൈജയന്തി ആ കാഴ്ച കാണുന്നത്. ഡോറ് പൂട്ടിയിട്ടേക്കണ്. അലീനോട് ചോദിക്കപ്പോൾ അലീനയ്ക്ക് അറിയില്ല, താക്കോലും ഇല്ല. ബാലചന്ദ്രൻ ചെയ്തതെന്നുള്ള കാര്യം 100% വൈജയന്തിക്ക് ഉറപ്പായി. കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകാനോ മറ്റുള്ള ആവശ്യങ്ങൾക്ക് ഒന്നിനും ആർക്കും പുറത്തു പോകാൻ പറ്റില്ല. ആർക്കും പുറത്തുനിന്ന് അകത്തേക്കും കയറാൻ പറ്റില്ല. എന്തായാലും സ്കൂളിൽ പോകണ്ടല്ലോ. ബബിതയും അതുപോലെ തന്നെ കൃഷ്ണമോളൊക്കെ അവിടെ തന്നെ തമ്പടിച്ചെന്ന്. രോഹിത്തിനും പുറത്തു പോകാൻ ഒരു രക്ഷയില്ല. ഈ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കണേ, അതോ ആ ദേഷ്യം ഇപ്പോൾ ബാലചന്ദ്രൻ ചെയ്ത ദേഷ്യമൊക്കെ വൈജയന്തി അലീനോടാണ് തീർക്കണത്. ഇതെല്ലാം നീ കാരണമാണ് ഈ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നീ വരുന്നേക്കാൾ മുന്നേ ഇത്രയ്ക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയണ്. അതുപോലെ തന്നെ കൃഷ്ണമോള് വരെ നമ്മുടെ അലീനയോട് മിണ്ടാണ്ടാവുകയാണ്. അലീന ചേച്ചി പോയാൽ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് എന്ന് വരെയും ആ കുട്ടി പറഞ്ഞു. അതിനുശേഷം പിന്നീട് വൈജയന്തി സഹോദരനെ വിളിക്കുന്ന രാജീവ വീടിൻ്റെ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും പൂട്ടിയേക്കണെന്ന് പറയും. ആര് എന്ന് ചോദിക്കും. ബാലചന്ദ്രൻ അല്ലാണ്ട് ആര്, എന്തിനെന്ന് ചോദിക്കും. അലീന പോവാണ്ടിരിക്കാൻ. അലീന പോണത് അയാൾക്ക് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ പിന്നെ അലീനനെ പറഞ്ഞയക്കാണ്ടിരിക്കാൻ ഇതല്ലേ ഒരു മാർഗം. രാജീവന് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, ഞങ്ങളിവിടെ ആകപ്പെട്ടേക്കണ്, എന്ത് ചെയ്യും എന്നങ്ങനെ പറയുന്നു. അപ്പോൾ ആ സമയത്ത് മനുവിനോടൊക്കെ സംഭവങ്ങളൊക്കെ പറയുന്നു. അവനെ വീട് പുറത്തുനിന്നും അകത്തുനിന്നും പൂട്ടിങ്ങായിട്ട് അലീനനെ സംരക്ഷിച്ച് നിർത്തിയേക്കണ്. അത് ഞാനിന്ന് കാണിച്ചാൽ ഇന്ന് ഞാൻ അവളെ വലിച്ച് പുറത്തിടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ കമലയ്ക്ക് വല്ലാത്ത സന്തോഷമാണ്. അപ്പം മനു പറയുന്നുണ്ട്, വീട് പൂട്ടിയേക്കല്ലേ അകത്തുനിന്നും പുറത്തുനിന്നൊക്കെ, അപ്പോൾ പിന്നെ എങ്ങനെ ചെറിയച്ഛൻ ചെന്ന് അവളെ വലിച്ച് പുറത്താക്കണേ. ഞാൻ JCB കൊണ്ടുവരും, JCB കൊണ്ടുവന്നും കഴിഞ്ഞിട്ട് ആ വീട് ഇടിച്ച് തകർത്തിട്ടായാലും ഞാൻ അവളെ പുറത്താക്കും. ബാലചന്ദ്രൻ എന്നോട് കളിക്കണ്ട. ബാലചന്ദ്രൻ ഞങ്ങളെ വീട്ടിലെ ജോലിക്കാരൻ്റെ മകനാണ്. ഞാൻ ആ കണ്ണുകൊണ്ട് തന്നെയാണ് അവനെ കാണുന്നതും. അവനിപ്പോൾ കുറച്ച് പണമൊക്കെ ആയിന്ന് വിചാരിച്ചിട്ട് എനിക്ക് അവനെ പഴയ രീതിയിലല്ലാണ്ട് കാണാനൊന്നും പറ്റുന്നില്ല. വൈദ്യനെ വിവാഹം കഴിച്ചു കൊടുത്തു എന്നല്ലാണ്ട് ബാലചന്ദ്രനായിട്ട് ഞങ്ങൾക്ക് വേറെ ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. പിന്നെ അച്ഛനും നീയും കൂടി ആ ഹോം നേഴ്സിനെ അവിടെ കൊണ്ടു നിർത്തിയതിൻ്റെ പിന്നിൽ എന്താണെന്ന് അതും ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ഞാൻ പോകുന്നതിന് മുന്നേ അവൾ ആരിടുന്നോ വ്യക്തമായി കണ്ടുപിടിക്കും. ഈ ബാലചന്ദ്രൻ്റെ വല്ല രഹസ്യ ബന്ധത്തിലുള്ള മകളാണോ, അതുകൊണ്ടാണ് അവളെങ്ങനെ അവൻ താങ്ങി പിടിക്കണേന്ന് വെച്ചപ്പോൾ അങ്കിൾ അത്തരക്കാരനൊന്നല്ല എന്ന് പറഞ്ഞ് മനു ദേഷ്യപ്പെടുന്നു. അതിനുശേഷം മനു പോകാൻ തന്നെ തീരുമാനിക്കുന്ന അങ്ങോട്ട്. പിന്നീട് അലീന ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ വീട് പൂട്ടിയ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. പറയുന്നുണ്ട്, അവളെ ഈ വീട്ടിൽ വന്ന് നിന്നോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ആ പട്ടിക്ക് ആരുടെ അധികാരം കൊടുത്തതെന്ന് ചോദിച്ച്. അത് വ്യക്തമായിട്ട് നമ്മുടെ വൈജയന്തി അടിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. വൈജയന്തിൻ്റെ ആങ്ങളനെ ഇനി ഈ പട്ടീന്നൊക്കെ വിളിക്കണേന്ന് മനസ്സിലായി. എന്നിട്ടും മിണ്ടാണ്ട് നിൽക്കണം. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാർ ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ എന്നെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിക്കല്ലേ. ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഈ വീട്ടിലാർക്കും എന്നെ വേണ്ട.
പിന്നെ എന്തിന് സാർ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയേക്കണേ? സ്വയം എരിഞ്ഞടങ്ങാൻ വേണ്ടി വന്നതല്ലേ നീ? അപ്പോൾ പിന്നെ നീ ഇവിടെ നിന്ന് പോകണ്ട. നീ പോയാൽ ശരിയാവില്ല. ഒന്നാമത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ, നീ എൻ്റെ പെറ്റാണ്, എൻ്റെ ഊന്നുവടിയാണ്, നീ എൻ്റെ എല്ലാം. നീ ഉള്ളത് കൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ. നീയല്ലേ എന്നെ ജീവൻ രക്ഷിച്ച് ആസ്പത്രിയിലാക്കിയത്. അങ്ങനത്തെ നീ എന്നെ ഇട്ട് പോകരുതെന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തിന് സാറേ ഇവിടെ നിൽക്കണേ? ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണമ്മോൾക്കും മുത്തശ്ശിക്കും വരെ ഞാനിവിടുന്ന് പോയാൽ മതിയെന്നായി. എനിക്കും അങ്ങനെ തന്നെയാണെന്ന് പറയും. അപ്പോൾ ദൈവത്തെ ഓർത്ത് എന്നെ പറഞ്ഞയക്കണം സാർ, വാതിൽ തുറക്കണം എന്നൊക്കെ അലീന അങ്ങനെ ദയനീയമായി പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ കേൾക്കില്ല. ബാലചന്ദ്രൻ കസേരയിൽ ഇരുന്നിട്ട് ആ മൊബൈൽ അങ്ങോട്ട് ഓൺ ചെയ്യും. അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടിയുടെ സ്വരം നമ്മുടെ അലീനയുടെ കാതിൽ ഇങ്ങനെ കേൾക്കണ്. അതോടുകൂടി അലീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവണം. അലീന അവിടെ നിൽക്കാൻ പോലും പറ്റില്ല. ബാലചന്ദ്രൻ ഒന്നും പറഞ്ഞില്ല, അലീനയൊന്നും പറയില്ല. റൂമിൽ വന്നിരുന്ന് പൊട്ടിക്കരയുന്ന അലീനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരുന്നു. അതിനുശേഷം മനുവും വരുന്നുണ്ട് അവിടേക്ക്. എന്തായാലും മനു അപ്പോഴത്തേനും നമ്മുടെ ബാലചന്ദ്രൻ ഡോറൊക്കെ തുറക്കുന്നുണ്ട്. മനു അകത്ത് കയറുന്നുണ്ട്. മനു ഫോൺ ചെയ്തിട്ടാണ് കയറുന്നത്. എന്നിട്ട് മനു അച്ചമ്മയോടും മുത്തശ്ശിയോടും പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും അലീന പോയാൽ തീരുന്നതല്ല എന്ന്. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് മുത്തശ്ശി, അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇവിടെ തുടങ്ങുന്നുണ്ട്. ഇത് അലീന ഉള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ബബിതയും രോഹിത്തും കൃഷ്ണമോളൊക്കെ പറയുന്നുണ്ട്, അലീന ചേച്ചിനെ തിരിച്ചു കൊണ്ടുപോ ചേട്ടാ. അതായത് ഇവിടെ ഒരു സ്വസ്ഥതയില്ല, ഞങ്ങൾക്ക് ഒന്നിനും പറ്റണില്ല. അച്ഛനും ഇങ്ങനെ അമ്മ ഇങ്ങനെ രണ്ടുപേരും വിട്ടുകൊടുക്കാണ്ട് മത്സരിക്കുന്നൊക്കെ കൃഷ്ണമോള് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലണ, എന്താ പ്രശ്നം, എന്തുണ്ടെങ്കിലും തുറന്നു പറയും. അങ്കിൾ ഒരു കാര്യം ചെയ്യേ, ഈ വീട്ടിലെ പ്രശ്നങ്ങൾ ഒന്ന് ആറി തണുക്കണത് വരെയെങ്കിലും അലീനനെ പോകാൻ അനുവദിക്കുന്നുള്ളപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കണില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അവളെ പറഞ്ഞയക്കില്ല. അതിനർത്ഥം ഞാൻ തോറ്റു എന്നാണ്. അങ്ങനെ ഞാൻ തോൽക്കാം, എൻ്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും. അങ്ങനെ ബാലചന്ദ്രൻ്റെ മുന്നിലും ഒരു രക്ഷയില്ല. നമ്മുടെ മനുവിനും പറയാൻ പറ്റണില്ല. മനു പറഞ്ഞിട്ടും കേൾക്കണില്ല. മനുവിനോട് വൈജയന്തിയും പറയുന്നുണ്ട്, സ്വന്തം ഭാര്യനേക്കാളും മക്കളെക്കാളും വലുതാണ് അവള് പോകാൻ തയ്യാറാണ്, എന്നിട്ട് പോലും ബാലചന്ദ്രൻ പറഞ്ഞയക്കണില്ല. എന്തായിരിക്കും ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി ചോദിക്കുന്നു. അങ്ങനെ ബാലചന്ദ്രൻ്റെ മനസ്സ് മാറ്റാൻ പറ്റില്ല. ബാലചന്ദ്രൻ അങ്കിളുടെ മനസ്സിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനു പറയുന്നു. അതിനുശേഷം പിന്നീട് അവരൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ബെല്ലടിക്കുന്ന കേട്ടപ്പോൾ നമ്മുടെ അലീന വന്ന് വാതിൽ തുറക്കും. ആ സമയത്ത് രേവതിക്കുട്ടിയും മാമച്ചാരിയും ഗ്രേസ് ആൻറ്റിയൊക്കെ വന്നേക്കണത് അലീനനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം അലീനയ്ക്ക് കുറേ ഗിഫ്റ്റൊക്കെ ആയിരുന്നു വരുന്നത്. അലീനനെ കൊണ്ടുപോകാൻ തയ്യാറായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അലീനനെ നമ്മുടെ വൈജയന്തി പറയുന്നുണ്ട്, ഇവളെ കൊണ്ടുപോകൾ പോകാൻ തയ്യാറാണ്, ഇവളെ പറഞ്ഞയക്കാൻ ഞാൻ 100 വട്ടം സമ്മതമാണ്. ഇവളെ പറഞ്ഞയക്കാണ്ടിരിക്കുകയല്ലേ, ഇവള് ബാലചന്ദ്രൻ്റെ വാക്ക് കേട്ട് നിൽക്കണ്, ഇവള് പോകാണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബബിത മുകളിലേക്ക് കൈ ചൂണ്ടിക്കാണിക്കും, അമ്മ അങ്ങോട്ട് നോക്ക് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ബാലചന്ദ്രൻ സ്റ്റെയർ കേസിൻ്റെ അവിടെ കൈയും കുത്തി ഇങ്ങനെ നിന്ന് വൈജയന്തിയുടെ അട്ടഹാസമൊക്കെ ഇങ്ങനെ മാമച്ചായനോടും ഗ്രേസമ്മയോടൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു, അലീനനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ എനിക്ക് സമ്മതമില്ല, എനിക്ക് മനസ്സില്ല, അലീനനെ ആരും കൊണ്ടുപോകണ്ട എന്ന് മാമച്ചായനോടും ഗ്രേസ് ആൻറ്റിയോടൊക്കെ ആയിട്ട് പറയുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, പോകാൻ അവൾക്ക് സമ്മതമാണ്. ഞാനേ അവൾ പോകുമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇവിടുന്ന് പോകാൻ അലീനയുടെ സമ്മതം മാത്രം മതി എനിക്ക്, ഞാൻ അവൾ ഇവിടുന്ന് കെട്ടിക്കും എന്ന് ബാലചന്ദ്രനോട് പറയുന്നു. അതൊക്കെ നിൻ്റെ വീട്ടിൽ, കൈതക്കൽ മാളിക വീട്ടിൽ, ഇവിടെ നടക്കില്ല, ഇത് എൻ്റെ വീടിന്, ഇവിടെ ഞാൻ പറയുന്നതൊക്കെ തീരുമാനിക്കുക. ഇത്രയും നാൾ നീ ഭരിച്ച് നടന്നില്ലേ, ഇനി കുറച്ച് നാൾ ഞാൻ ഭരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ വലിയതാണ്. അലീന ചേച്ചി ചെന്ന് ചാടിയേക്കണ വലിയ പ്രശ്നത്തിലാണെന്ന് നമ്മുടെ രേവതിക്കുട്ടിക്കും മാമച്ചായനൊക്കെ മനസ്സിലാവണേ. എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർക്ക്. അലീനനെ രക്ഷിച്ചുകൊണ്ട് പോകാനും പറ്റില്ല. അലീനാണെങ്കിൽ നിർബന്ധമായിട്ട് പോരാനും കൂട്ടാക്കൊന്നുമില്ല. കാരണം അലീനയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം. ബാലചന്ദ്രൻ എല്ലാം അറിഞ്ഞിട്ടാണ് ഇവിടെ നിർത്തിയേക്കുന്നത് തന്നെ. ഒരു പക്ഷേ തന്നെ ഒരു കരുവാക്കിയിട്ടാവും ബാലേന്ദ്ര സാറ് നിർത്തിയെന്ന് അലീനയ്ക്ക് മനസ്സിലാവണ്. മേഡത്തിനോട് യുദ്ധം വെട്ടി സാറിന് ജയിക്കണം, അതിന് താനിവിടെ വേണം, തൻ്റെ മുന്നിൽ വെച്ചിട്ട് വേണം തൻ്റെ അമ്മനെ ഉപദ്രവിക്കാനും മാനസികമായി പീഡിപ്പിക്കാനും, അതൊക്കെ ആയിരിക്കും സാറിൻ്റെ ഉദ്ദേശമെന്ന് അലീന മനസ്സിലാക്കണം. അങ്ങനെ മനസ്സോടെ രേവതിക്കുട്ടിയും അതുപോലെ തന്നെ മാമച്ചായനും ഗ്രേസമ്മയൊക്കെ പോകണ്. അപ്പോൾ ഗ്രേസമ്മയൊക്കെ ഇങ്ങനെ അലീനോട് പറയുന്നുണ്ട്, വല്ലാത്തൊരു കഷ്ടത്തിലാണല്ലോ മോളെ നീ വന്ന് പെട്ടേക്കണത്, നിന്നെ രക്ഷിക്കാനുള്ള ഞങ്ങൾ വന്നത്, നിന്നെ കൊണ്ടുപോകാനും പറ്റണില്ലല്ലോ, എന്ത് ചെയ്യും, ഞങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റണില്ലല്ലോ മോളെ, എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ, നിന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്, ഇനിയിപ്പോൾ നിന്നെ ഈ ധർമ്മസങ്കടത്തിലാക്കിയിട്ട് ഞങ്ങൾ പോവുകയാണല്ലോ,
ഒരാളുടെ മാത്രം സ്നേഹം കൊണ്ട് നീ ഈ വീട്ടിൽ നിന്നിട്ട് എന്താ കാര്യം? ആ സ്ത്രീക്കും മക്കൾക്കും എന്തിന് ഇത്രയും നാൾ നീ പൊന്നു പോലെ മുത്തശ്ശിക്ക് വരെ നിന്നെ വേണ്ടാണ്ടായി. പിന്നെ നീ എന്ത് അർത്ഥത്തിലാണ് മോളെ നീ ഇവിടെ നിൽക്കുന്നത്? ബാലേന്ദ്രൻ അറിയാണ്ട് എങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് പോന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പറ്റില്ല ആൻറ്റി, സാറിനെ വിട്ട് ഞാൻ പോന്നാലും സാറ് ഈ വീട്ടിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഇനി ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്ന് പറയുന്ന സാറിൻ്റെ മനസ്സിലിരിപ്പ് ഇത്രയും നാൾ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വേണം. ഇവരുടെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ, ബാക്കി എല്ലാവരുടെ ജീവൻ രക്ഷിക്കാനും ഞാനിവിടെ വേണം. ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മുടെ അലീന ഗ്രേസ് ആൻറ്റിയോട് ഇങ്ങനെ പറയുന്നത്. ഗ്രേസ് അമ്മയോട് പറഞ്ഞ് കഴിഞ്ഞിട്ട് പൊട്ടി കരയുന്നുണ്ട്. അവർ വല്ലാത്ത വിഷമത്തോടെയാണ് അങ്ങനെ തിരിച്ചു പോകുന്നത്. രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസമ്മയൊക്കെ ഭയങ്കരമായിട്ടൊരു ഫീലിങ്ങോടുകൂടി പോയത്. അലീന ഇത്രയും വലിയൊരു ദുരന്തത്തിലാണ് ചെന്ന് ചാടിയേക്കണേന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു വിഷമത്തോടെ പോയി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറ്റുമെങ്കിൽ നീ അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ട് വാ മോളെ എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. അങ്ങനെ അവർ പോകുന്നത് നോക്കി കണ്ണീരോടെ നിൽക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.